പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെല്ലാവരും ദൈവ സാന്നിധ്യത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നവരാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ദൈവ സാന്നിധ്യത്തെ പറ്റിയോ ദൈവം നൽകുന്നതിനെ പറ്റിയോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഉള്ളിനകത്ത് വന്ന ചെറിയ വചനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം തന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ദൈവത്തിന്റെ ദാനമല്ലാതെ നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തത് എന്തൊക്കെയാണ് ദൈവം ദാനമായി തന്നതെന്നും എന്തൊക്കെയാണ് ദൈവം ദാനമായി നമ്മുടെ മേൽ നിക്ഷേപിച്ചതെന്ന് നമുക്ക് വ്യക്തമായും പൂർണ്ണമായും അറിയത്തില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിനെപ്പറ്റി വ്യക്തമായോ പൂർണ്ണമായോ അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ തിരുവചനം അകത്തോട്ട് വരുന്ന നേരത്ത് തിരുവചനത്തിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ അത് അകത്തോട്ട് വരുമ്പോൾ ഞാനും അറിയുന്നു, നിങ്ങളും അറിയുന്നു. ഇന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവ സാന്നിധ്യത്തിൽ ശ്രദ്ധയോടെ ഇരിക്കാം. ഒരല്പസമയത്തേക്ക് കർത്താവിനോട് പറയുക, കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതായി ഇതിനെ മാറ്റണമേ. അങ്ങ് എന്നോട് സംസാരിക്കുന്നതായിരിക്കണമേ. അങ്ങ് എന്നോട് പറയുന്നതല്ലാതെ വേറെ ഒന്നും കേൾക്കാൻ എനിക്ക് ഇടവരുത്തരുത്. എന്തായാലും നമുക്കറിയാം, ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് പോകുമ്പോൾ അത് മാധുര്യമേറിയതാണെന്നും തേനിനേക്കാളും മാധുര്യമുള്ളതാണെന്നും നമുക്കറിയാം. എന്തായാലും ഇന്ന് അതിലേക്ക് നമുക്ക് ഇറങ്ങുന്നിടത്ത് ഈ വചനം നമ്മെ വിടുതലിലേക്ക് നയിക്കട്ടെ. ഈ വചനം നമ്മെ കൂടുതലും വ്യക്തമായും ശക്തമായും നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലേക്ക് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തട്ടെ. തീർച്ചയായിട്ടും നമുക്ക് വചനത്തിലേക്ക് പോകാം. 2 തിമോത്തിയോസ് അതിന്റെ 1:7 വാക്യം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്തെന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയത് പേടിയുടെ ആത്മാവിനെ അല്ല. നിങ്ങളെ പേടിയിലേക്ക് നയിക്കുന്ന എന്ത് വിഷയമുണ്ടെങ്കിലും അത് ദൈവത്തിൽ നിന്നല്ല വരുന്നത്. അപ്പൊ ദൈവഭയം എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റി നമ്മുടെ ചിന്തകളിൽ കിടപ്പുണ്ട്. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊല്ലുമെന്നോ ദൈവം ശിക്ഷിക്കുമെന്നോ ഭയമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുമോ എന്ന ഭയമാകുന്നു ദൈവഭയം. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു കാര്യം ഭയമാകുന്നു. എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു രോഗം വരുമെന്ന ഭയമോ, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് പെട്ടെന്ന് തകർന്നു പോകുമെന്ന ഭയമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ നിൽക്കുന്നതിന് ഇത് ഒരിക്കലും സക്സസ് ആകില്ല എന്ന ഭയമോ, ഇതൊന്നും അല്ല ദൈവത്തിന്റെ ആത്മാവ് തരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവിടെ തന്നിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെയാകുന്നു. നിങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോകുന്നത് ശക്തിയാകുന്നു. എന്തിനു വേണ്ടിയുള്ള ശക്തി? ശക്തി പലതരങ്ങളിലുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട്, മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. ശക്തി പലതരങ്ങളിലുണ്ട്. എന്നാൽ ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ മാത്രമല്ല, ആത്മാവിനെ മാത്രമല്ല, ഈ എല്ലാ മേഖലയിലും നിങ്ങളെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് നഷ്ടമോ തകർച്ചയോ ഉണ്ടാകുമെന്ന ഭയമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. നിങ്ങളുടെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം. സങ്കീർത്തനം 91:7 പറയുന്നത് പോലെ നിങ്ങളുടെ വലതുവശത്ത് 10,000, എങ്കിലും നിങ്ങൾക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ഉറപ്പ് നിങ്ങളുടെ മേലുണ്ടായിരിക്കും. ഈ ശക്തി നിങ്ങളുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസാധാരണമായ പദ്ധതി ഉണ്ടെന്നും നിങ്ങൾ ഇരിക്കുന്നിടത്ത് അങ്ങ് ഒതുങ്ങി പോകത്തില്ല എന്നൊരു പൂർണ്ണ ബോധ്യത്തിൽ ദൈവം നിങ്ങളെ നടത്താൻ തുടങ്ങും. ഇനി ഈ ശക്തി നിങ്ങളുടെ അകത്തോട്ട് വന്നാൽ, നിങ്ങളിപ്പോ ഒരു രോഗിയായേക്കാം, പക്ഷെ അത്യുന്നതന്റെ ശക്തി വെളിപ്പെടാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് ശക്തി വെളിപ്പെട്ടാൽ നിന്റെ ദുഃഖം അകന്നു പോകാൻ തുടങ്ങും. ആ രോഗം മാറാൻ തുടങ്ങും, ആ ശാപം മാറാൻ തുടങ്ങും, കുടുംബത്തിനകത്ത് കിടക്കുന്ന ഭിന്നത മാറാൻ തുടങ്ങും. അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് നൽകിയ ആദ്യത്തെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ശക്തിയാകുന്നു. ദൈവം നമുക്ക് ശക്തി നൽകി. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് കയറട്ടെ. ദൈവം നിങ്ങൾക്ക് ശക്തി നൽകി. നിങ്ങളിപ്പോ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ശക്തി വെളിയിലല്ല, നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അകത്താകുന്നു. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നവനായ ദൈവം. അപ്പൊ നമ്മിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തിയെ പറ്റി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശക്തി കാരണം അത്രേ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയെന്ന് എഫെസസ് 1 പറയുന്നു.
ഈ ശക്തി അപ്പോൾ അവനിൽ പ്രവർത്തിച്ചു. അപ്പോൾ അതേ ശക്തി യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇതേ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഡോക്ടറിന്റെ റിപ്പോർട്ട് എന്താകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് എന്താകട്ടെ, ഡിപ്രഷനിലായേക്കാം. പക്ഷെ ഈ ശക്തി നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങും. ഇനി അടുത്തത് ഈ ആത്മാവിനെ പറ്റി പറയുന്നത് സ്നേഹത്തിന്റെ ആത്മാവെന്ന്. എന്താണ് സ്നേഹത്തിന്റെ ആത്മാവ്? നിങ്ങളോട് സ്നേഹം കാണിക്കുന്നവരെ സ്നേഹിക്കാനായിട്ട് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങളെ ദ്രോഹിക്കുക, നിങ്ങളെ ദുഃഖിപ്പിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുക എന്ന വ്യക്തികളെ നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ പ്രത്യേകമായ ഒരു സ്നേഹം നിങ്ങളുടെ അകത്ത് നിറഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സ്നേഹം അത്രേ കർത്താവ് നിങ്ങൾക്ക് നൽകിയത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വഴി ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ സാധാരണ നാട്ടുകാർ പറയുന്ന കണക്ക് അത്ര വലിയ മോശമായ വ്യക്തിയല്ല. നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹമുണ്ട്. നിങ്ങൾക്കും സ്നേഹിക്കാൻ കഴിയും, നിങ്ങൾക്കും ക്ഷമിക്കാൻ കഴിയും. നിങ്ങൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളെ ദ്രോഹിച്ചവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ അകത്ത് ഒരു ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആത്മാവിനെ തന്നത് കർത്താവ് അത്രേ. ഈ തന്ന കർത്താവിന് നന്നായിട്ടറിയാം ഈ ആത്മാവ് ഏത് നിലവാരത്തിൽ നിങ്ങളെ മാറ്റുമെന്ന്. പക്ഷെ നിങ്ങൾ അനുവദിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നിരിക്കുന്ന മുറിവുകളെ മാറ്റുവാൻ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നിരിക്കുന്ന വേദനകളെ മാറ്റുവാൻ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ മുതൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തവരോട് നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. ഇനി മൂന്നാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെ അത്രേ. അവിടെ പറയുന്ന ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗണ്ട് മൈൻഡ് എന്നാണ്. അതായത് വേറൊരു ട്രാൻസ്ലേഷനിൽ പറയുക എന്ന് പറഞ്ഞാൽ സ്വബോധത്തിന്റെ ആത്മാവെന്നാണ്. ലോകത്തിനകത്ത് നാട്ടുകാർ അങ്ങനെ കാണിക്കുമ്പോൾ അത് കാണിക്കുന്ന ഒരു ആത്മാവല്ല നിങ്ങളുടെ അകത്ത് വന്നത്, സ്വബോധത്തിന്റെ ആത്മാവാണ്. പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഒരു ആത്മാവല്ല നിങ്ങളുടെ അകത്ത് വന്നത്, പാപത്തിന് വിപരീതമായി ദൈവത്തിന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സ്വബോധത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സൗണ്ട് മൈൻഡ്, ഈ ആത്മാവ് നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് സത്യമായും ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനോനില തെറ്റാനായിട്ട് ഈ ആത്മാവുള്ള ഒരാൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ ബുദ്ധി തെറ്റിപ്പോകാൻ പറ്റത്തുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയേക്കാം, നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ അബദ്ധമായേക്കാം. പക്ഷെ ഈ ആത്മാവ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ കർത്താവ് ഈ ആത്മാവിനെ നിങ്ങൾക്ക് തന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഇത് നിങ്ങളിൽ വന്നു എന്നൊരു ഉറപ്പ് വന്നതിന് ശേഷം ഇനി നിങ്ങൾക്ക് തെറ്റുകൾ ചെയ്യാൻ പറ്റത്തില്ല, അബദ്ധത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എവിടെ പോയാലും ഈ ആത്മാവ് നിങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങും. ഈ ആത്മാവ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ അബദ്ധങ്ങളെ അത്ഭുതങ്ങളാക്കി തീർക്കും. നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകളെ ദൈവം നന്മയ്ക്കാക്കി അത് പരിണമിക്കും. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു. സകലതും, നിങ്ങളിപ്പോ ചെയ്തിരിക്കുന്ന എല്ലാ പൊട്ടത്തരവും ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഇനി അത് ചെയ്യാൻ അനുവദിക്കത്തില്ല. ചെയ്തു പോയ അബദ്ധങ്ങളെ അവിടെ നിന്ന് നിവർത്തീകരിക്കും, നേരെയാക്കാൻ തുടങ്ങും. അതിനെ ഒരു നന്മയ്ക്കാക്കി പരിണമിക്കാൻ തുടങ്ങും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവത്രേ. ഈ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, കർത്താവ് തന്നതാ, അതിലെനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് തന്നതിനെ തിരിച്ചെടുക്കുന്നവനല്ല, കർത്താവ് തന്നതിനെ വീണ്ടും വീണ്ടും ദൈവം നിങ്ങളുടെ അകത്ത് ഓർമ്മിപ്പിക്കുക. ഇത് നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്ത് ഇത് വന്നു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് വരുന്നത് വരെ നിങ്ങൾക്ക് ഇതിനെ അനുഭവിക്കുവാനോ അല്ലെങ്കിൽ ഇതിനകത്ത് വ്യാപരിക്കുവാനോ സാധ്യമല്ല എന്ന് സങ്കടത്തോട് പറയട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരട്ടെ. നിങ്ങൾക്ക് ഇത് വന്നെന്ന് ഉറപ്പ് കിട്ടിയെങ്കിൽ ഉറപ്പിച്ചോണം, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, ഏതെങ്കിലും ഒരു രോഗം വന്ന് നിങ്ങളെ തട്ടിക്കളയുന്ന ആത്മാവല്ല, ഏതെങ്കിലും ഒരു ശാപം വന്ന് നിങ്ങളെ ജീവിതകാലം മുഴുവൻ നരകത്തിലിടുന്ന അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു ജീവിതത്തിലിടുന്ന ഒരു ആത്മാവല്ല. അങ്ങനത്തെ ഒരു ആത്മാവല്ല നിങ്ങളുടെ അകത്ത് വന്നത്. ഇത് ഉറപ്പാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോണം. കാരണം തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നു. ഓൾറെഡി ദൈവം നിങ്ങൾക്ക് അത് തന്നു കഴിഞ്ഞു. അത് വേറൊന്നുമല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവത്രേ. ഈ ആത്മാവിനാൽ നിങ്ങൾ ചിലയിടങ്ങളിൽ കൈയടക്കട്ടെ. ഈ ആത്മാവിനാൽ നിങ്ങൾ ചില മേഖലകളിൽ ജയിക്കട്ടെ. ഈ ആത്മാവ് നിങ്ങളെ ജയിപ്പിക്കും. ഈ ആത്മാവ് നിങ്ങളെ ഉയർത്തും. ഈ ആത്മാവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടിരും. ഈ ആത്മാവ് നിങ്ങൾക്ക് സമാധാനം നൽകും. കർത്താവ് നൽകിയിരിക്കുന്ന ഈ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു നിലവാരത്തിൽ ഉയർത്താൻ തുടങ്ങും.
ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, വീരത്വത്തിന്റെ ആത്മാവല്ല നിങ്ങളുടെ അകത്ത് വന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവത്രേ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.